അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എനിക്ക് സങ്കടകരമായ ഒരു കാര്യം ഇന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നല്ല, കഴിഞ്ഞ 2-ാം തീയതി ജൂൺ 2-ാം തീയതി ഞാൻ കുറച്ച് ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടികളാണിത്, കണ്ടോ. അപ്പോൾ ആ ചെടികൾ വന്നതാണെന്ന്. ഞാൻ ജൂൺ 2-ാം തീയതിയാണ് ചെടികൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിക്ക് മുമ്പ് ഞാൻ ആലപ്പുഴയുള്ള ഒരു മൃദുല എന്ന് പറഞ്ഞ ഒരു സെല്ലറുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അതിക്ക് മുമ്പേ ഇതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെടികൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൂക്കൾ കണ്ടു കഴിഞ്ഞപ്പോൾ വെറൈറ്റി ഉണ്ടെന്ന് തോന്നിയത്. അപ്പം ഞാൻ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയായിരുന്നു. ഞാൻ എൻ്റെ മകനും കൂടിയിട്ട് വീട്ടിൽ പോയി നമുക്ക് കുറച്ച് ചെടികളൊക്കെ നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പോയത് ട്രൈഡൽ വേവിൻ്റെ റെഡും പിന്നെ അതിൻ്റെ തന്നെ പല കളറ് മേടിക്കാൻ ഞാൻ പോയത്. അവിടെ ചെന്ന് ഇപ്പോൾ ട്രൈഡൽ വേവ് റെഡ് ഒരു പ്ലാന്റ് ഉണ്ടായുള്ളൂ. അത് അത്ര മദർ പ്ലാന്റ് അല്ല, എന്നാലും ചെറിയ ഒരു ഇതം ഉള്ള പോട്ടിലായിരുന്നു. അപ്പം ഞാൻ അതിന് വില ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കൊടുക്കൂല ചേച്ചി, അത് ഞങ്ങൾക്ക് വേണം, കാരണം ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയി, അത് മാത്രമേ ഉള്ളൂ, അത് തരില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ തൈകളുണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്നാൽ ശരി, തൈകൾ കുഴപ്പമില്ലല്ലോ, നമുക്ക് വളർത്തി എടുക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ശരി, അപ്പം വില കുറവും ആവുള്ളൂല്ലോ, ശരി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അതിൻ്റെ തൈകൾ തന്നു. പിന്നെ ട്രൈഡൽ വേവിൻ്റെ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു, അതിന് 750 രൂപ അവർ മേടിച്ചായിരുന്നു കേട്ടോ. ഞാൻ പൈസ ചെടി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറൊന്ന് പൈസ കൊടുത്തായിരുന്നു. ഞാനത് വാങ്ങി. പിന്നെ കുറേയൊക്കെ തൈകളാണ് തന്ന ബാക്കിലത്തെ. അപ്പം തൈകൾ ആൾ പറഞ്ഞു ട്രൈഡൽ വേവിൻ്റെ പല വെറൈറ്റി, ഞാൻ പറഞ്ഞ വെറൈറ്റി ഒക്കെ പറഞ്ഞ് തന്നായിരുന്നു കേട്ടോ. വീട്ടിലൊന്ന് ഞാൻ നട്ടു, റിപ്പോർട്ട് ചെയ്തൊക്കെ നിങ്ങളെ വീഡിയോ കാണിച്ചായിരുന്നു. വീഡിയോ കാണിച്ച് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതൊക്കെ നാടൻ സൈസുകൾ തന്നെയായിരുന്നു. ഒരേപോലത്തെ കളർ തന്നെ പലതും ഉണ്ടായിരുന്നു, ഒന്ന് തന്നെയായിരുന്നു പലതും. അപ്പം അവനെ ഇപ്പം എനിക്ക് ഉദ്ദേശിച്ച അത്ര ഇത് കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ മൃദുലനെ വിളിച്ചിട്ട് പറഞ്ഞു, മൃദുല എനിക്ക് പൂക്കളുണ്ടായി ചെടികളിൽ, പക്ഷേ ഒക്കെ ഒരേപോലെ തന്നെയാണ്, നാടൻ സൈസാണ്, ഇന്ന കളറാണ്, ഞാൻ ഉദ്ദേശിച്ച കളർ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഇവിടെ പ്ലാന്റുകൾ ഇപ്പം ഉണ്ട്, ചേച്ചി 800 രൂപ ഗൂഗിൾ പേ ചെയ്യും, ഞാൻ അടുത്ത ദിവസം ചേച്ചിക്ക് നല്ല പ്ലാന്റുകൾ ട്രൈഡൽ വേവിൻ്റെ തന്നെ 5 വെറൈറ്റി തന്നുവിടാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഞാൻ 800 രൂപ ഗൂഗിൾ പേ ചെയ്തു. അത് ജൂൺ 2-ാം തീയതി ആയിരുന്നു കേട്ടോ ഗൂഗിൾ പേ ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാ ചെടി വിടണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചെടി വിടുന്നത് അടുത്താണ് വിടാൻ, അപ്പം ചെടി എങ്ങനെ വിടണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പെറ്റ് സർവീസ് വഴി വിടാൻ പറയാണ്. അപ്പം ഞാൻ ചോദിച്ചു ടോട്ടൽ എത്ര രൂപയാവുമെന്ന് ചോദിച്ചപ്പോൾ 800 രൂപ. അപ്പം സത്യത്തിൽ ഞാൻ പെറ്റ് സർവീസ് വഴി ഒരു ചെടികൾ വാങ്ങിയിട്ടുമില്ല, ഞാൻ പെറ്റ് സർവീസ് വഴി ചെടികൾ സെയിൽ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പം ടോട്ടൽ 800 രൂപ ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സർവീസും ചാർജും കൂടിയിട്ടാണ് 800 രൂപ എന്നാണ് പറയണത് ഞാൻ വിചാരിച്ചത്. അന്ന് ആൾ പ്രത്യേകം പറഞ്ഞില്ല കേട്ടോ. പുതിയൊരു കസ്റ്റമർ ആകുമ്പോൾ നമ്മൾ ആരായാലും പറയൂലോ. സാധാരണ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞില്ല, എനിക്കിട്ട് അറിയാനും പറ്റില്ല. അത് കഴിഞ്ഞ് ഒരു അഡ്രസ്സ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു അഡ്രസ്സ് ഇല്ല. അപ്പം ഞാൻ ചെടി എന്നാ വിടണേന്ന് ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെടി എന്നാ വിടണമെന്ന് പറഞ്ഞു. ചെടി ഇപ്പം ഒന്നും വിടാൻ പറ്റില്ല ചേച്ചി, ഞാൻ ഇപ്പം തിരക്കിലാണ്, കാരണം ഒത്തിരി പേർക്ക് ചെടി കൊടുക്കാനുണ്ട്, അതിൻ്റെ പേരിൽ അടുത്ത തിങ്കളാഴ്ച വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ 2-ാം തീയതി ആണ് കേട്ടോ ഞാൻ പൈസ കൊടുത്തത്. അപ്പം അടുത്ത തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ പിന്നെ പിറ്റേ തിങ്കളാഴ്ച 8-ാം തീയതി ആണ് കേട്ടോ. അപ്പം 8-ാം തീയതി കിട്ടുള്ളൂ എന്ന് വെച്ച് ഞാനിരുന്നു. ഒരു ഉച്ചയാവാറായിട്ടും ആൾ ഒന്നും മിണ്ടണില്ല, വിളിക്കണില്ല, ഒന്നും പറയണില്ല കേട്ടോ. അപ്പം എന്നോട് ഞാൻ ചോദിച്ചു, അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി ഇന്ന് മഴ ആയതുകൊണ്ട് എനിക്ക് വിടാൻ പറ്റില്ല, അതുകൊണ്ട് ഇനിയും അടുത്ത ആഴ്ചയിൽ വ്യാഴാഴ്ച വിടാമെന്ന് പറയാൻ കേട്ടോ. ഈ അന്ന് തന്നെ 2 ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ച വിടാമെന്ന് പറയാണ്. അപ്പം ഞാൻ ഓക്കെ ശരി, എന്നാൽ വ്യാഴാഴ്ച വിടട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ബുദ്ധിമുട്ട് നമുക്കും കുറച്ച് അറിയാം എൻ്റെ പേരിൽ. അപ്പോൾ വ്യാഴാഴ്ച വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ചേച്ചി വ്യാഴാഴ്ച വിടാൻ പറ്റില്ല, അതെനിക്ക് വിടാൻ പറ്റില്ല, എനിക്ക് കുറേ ഉണ്ടായിരുന്നു കൊടുക്കാനായിട്ട്, ഒത്തിരി പേർക്ക് ഒരുപാടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയാണ്. ഞാൻ അടുത്ത തിങ്കളാഴ്ച തരാമെന്ന് പറയാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ഇത് കളക്ട് ചെയ്യാനായിട്ട് ആളില്ല കേട്ടോ, ഞാൻ ജോലിക്ക് പോകും. അപ്പം ഞാനിത് മോനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അപ്പം അവൻ പോയി വാങ്ങിക്കോളും, പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ ഇവിടെ മോനോട് വിളിച്ച് പറയുമ്പോൾ വാങ്ങിക്കോളും. അപ്പം മോൻ അന്ന് എങ്ങും പോവാണ്ട് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച അയക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി നിങ്ങളുടെ ചെടി വേണ്ട. അപ്പോൾ ചെടി വരാൻ വൈകി കഴിഞ്ഞപ്പോൾ ഞാൻ ട്രൈഡൽ വേവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് ഒരു 300 രൂപയ്ക്ക് ഒരു പോട്ട് മേടിച്ചായിരുന്നു. നല്ല ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അത്.
അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വാങ്ങി. അപ്പോൾ ഞാൻ ഓർത്തു ടെഡി ബേർ എനിക്ക് കിട്ടില്ല റെഡ്, അപ്പോൾ എനിക്ക് ഇനി ചെടി വേണമെന്നില്ല എന്ന് പറഞ്ഞു. കിട്ടണമെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ എന്നാൽ ഇനി വേണമെന്നില്ല, ഇത്ര വൈകാലം അവർക്ക് തരാൻ വൈകാലം, അവർക്ക് തരാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കെന്നാൽ ചെടി വേണ്ട, ഞാൻ ചെടി വേറെ വാങ്ങി, അപ്പോൾ അതുകൊണ്ട് പൈസ റിട്ടേൺ ചെയ്താൽ എന്ന് പറയാണ്. അപ്പോൾ അവർ പറഞ്ഞു പൈസ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പേരിൽ ചെടി തിങ്കളാഴ്ച തരാമെന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു എനിക്ക് ചെടി ഞാൻ വേറെ വാങ്ങിയതുകൊണ്ടാണ് എനിക്ക് വേണ്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് അന്ന് പിന്നെ പൈസ തരാൻ പറ്റില്ല എന്ന് പറയാണ്, തിങ്കളാഴ്ച വിടാം എന്ന് പറയാണ്. നാൾ കട്ട് ചെയ്തു. നമ്മൾ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഒന്നും മിണ്ടില്ല, പിന്നെ ഒന്നും പറയാനില്ല. എനിക്ക് തിരക്കില്ല, ഞാൻ തിരക്കില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച വിടാമെന്ന് പറഞ്ഞിട്ട് നാളെ ശനിയാഴ്ച പ്ലാന്റ് വിടാണ്. പ്ലാന്റുകൾ ശനിയാഴ്ച വിട്ടിട്ട് ഒരു 12 മണി ആയ നേരത്ത് എൻ്റെ ഡ്രൈവർ വിളിക്കണം. എന്നാൽ മൃദുല എന്നെ വിളിക്കുകയോ പറയോ ഒന്നും ചെയ്തിട്ടില്ല. തലേദിവസം പറഞ്ഞില്ല, രാവിലെ ഈ പ്ലാന്റ് കയറ്റി വിട്ടതിന് ശേഷം പറഞ്ഞിട്ടില്ല, ചെടി വിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കളക്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. ഡ്രൈവർ 12 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാണ് ചെടി അങ്കമാലിൽ അരമണിക്കൂറിനുള്ളിൽ എത്തും, അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്യണമെന്ന് പറയാണ്. ചെടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ എന്ന് വയ്ക്കാണ്. അപ്പോൾ ചെടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇന്ന് വിടുമെന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞായിരുന്നു എന്ന് വയ്ക്കാണ്. അപ്പോൾ ആൾ പറഞ്ഞു അത് നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ കട്ട് ചെയ്തു. ഞാൻ എന്നിട്ട് പിന്നെ ഒന്നുകൂടി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അങ്കമാലിൽ എത്താറാവുന്ന സമയത്ത് ഒന്ന് പറയാമോ, ആൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ആൾ സ്ഥലത്തില്ല, ആൾ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എത്താണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാന്ന് പറയാണ്. അപ്പം അയാൾ അതുപോലെ തന്നെ അങ്കമാലിൽ എത്താറായിട്ട് വിളിച്ചായിരുന്നു. അപ്പം എൻ്റെ മോനെ എത്താൻ പറ്റിയില്ല, ആൾ സ്ഥലത്തുണ്ടായില്ല, ആൾ എത്തിയപ്പോഴേക്കും വൈകും, അപ്പം അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് മൃദുലേനെ വിളിച്ചിട്ട് പറഞ്ഞു മൃദുല എന്ത് പണിയാണ് കാണിച്ചേ, എന്തോ ഒരു വാക്ക് പറയാണ്ട് ചെടി കയറ്റി വിട്ടേ. അപ്പം ഞങ്ങൾക്ക് തൊട്ടടുത്തല്ല, അരമണിക്കൂർ യാത്രയുണ്ട് അങ്കമാലിലോട്ട്. അതേപോലെ ഞാൻ ജോലി സ്ഥലത്ത് തൃശ്ശൂരാണ് ജോലി. അപ്പം അവിടെ നിന്ന് എത്തുമ്പോഴത്തേക്കും എങ്ങനെയാ പോയാലും അരമണിക്കൂർ 1-1.5 മണിക്കൂറാണ് എനിക്ക് അവിടെ നിന്ന് തിരിച്ചെത്തണം. ജോലിക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് തോന്നുന്ന പോലെ പോരാനൊന്നും പറ്റില്ലല്ലോ, എനിക്ക് ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായില്ല. അപ്പോൾ പറഞ്ഞു ആള് ഇതൊക്കെ പറഞ്ഞ് മുഷിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചെടി എടുക്കാൻ പറ്റിയില്ല, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും അറേഞ്ച് ചെയ്തേനെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനി എന്നാൽ തിങ്കളാഴ്ച വിടാമെന്ന് പറയാണ്. അപ്പം ആ തിങ്കളാഴ്ചയാണ് ഇന്ന് കേട്ടോ. അപ്പം ഇന്ന് ഇതുപോലെ തന്നെ കുഴപ്പമില്ല, ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു നാളെ ചെടി വിടും എന്ന് വോയിസ് ഇടാണ്, നാളെ ചെടി വിടും. അപ്പോൾ ഓക്കെ ഞാനുണ്ടാവും, ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന് പറയാണ്. അങ്ങനെ ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നാലും നോക്കി നിന്നു, ചെടി നോക്കി. ഞങ്ങൾ അതിന് ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഞാനും മോനും കൂടി അങ്കമാലിൽ ചെന്ന് കരയാമ്പറമ്പത്ത് ചെന്ന് ചെടി നോക്കിയിരുന്നു. ഭയങ്കര മഴ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. അതൊന്നും കുഴപ്പമില്ല കേട്ടോ, മഴ നമുക്ക് ചെടിയുടെ ആഗ്രഹം കൊണ്ട് നമുക്ക് മഴയൊന്നും പ്രശ്നമല്ല. ചെടി മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെടി തന്നു. സത്യത്തിൽ എനിക്ക് അപ്പോഴാണ് പെറ്റ് സർവീസ് ചെടി വരുമ്പോൾ നമ്മൾ ചെടിയല്ല എന്ത് സാധനമായാലും വരുമ്പോൾ പെറ്റ് സർവീസിന് വരുമ്പോൾ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ അപ്പോൾ ഞാൻ പേയ്മെൻ്റ് ഒന്നും വേറെ കൊണ്ടു. അപ്പം എൻ്റെ വിചാരം നമ്മൾ ഗൂഗിൾ പേ പൈസ കൊടുത്തല്ലോ, അപ്പം നമുക്ക് ഇനി പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നും എടുക്കാതെയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ തട്ടി കയറി പൈസ 200 രൂപ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായി, ഞാൻ ആ ചെറിയ ഫോണും കൊണ്ടാണ് പോയായിരുന്നു. അതിനകത്ത് പൈസ ചെയ്തെടുക്കാൻ ഒരു രക്ഷയുണ്ടായില്ല. അപ്പം പറഞ്ഞ് അയാൾ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് ചെടി വേണ്ട, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിപ്പോൾ എൻ്റെ 200 രൂപ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ അയാൾ ഞാൻ മൃദുലേനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മൃദുല മോശമായിട്ട് എന്നോട് പെരുമാറി സംസാരിച്ചു. അപ്പോൾ എന്നിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്തു. അപ്പം അയാളോട് ഞങ്ങൾക്ക് പൈസ വേണ്ട, ഞാൻ അവിടെ ആളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. എൻ്റെ കയ്യിൽ വേറെ കൊടുക്കാനില്ല, അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കും, കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമായിരുന്നു. എനിക്ക് പൈസ പ്രശ്നം, ചെടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഗാർഡനിലേക്ക് എൻ്റെ കളക്ഷനിലേക്ക് കൂട്ടാനായിട്ട് എനിക്ക് പ്രശ്നമില്ല. ഞാനത് പൈസ എല്ലാം മേടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കണക്കൊന്നും പറയാറില്ല ചെടികൾക്ക്. എന്നിട്ട് ആളെന്നോട് പറഞ്ഞു എന്താണ് 200 രൂപ ഞാൻ എൻ്റെ നിന്ന് അധികമായി, എനിക്ക് ദൈവം ഏതെങ്കിലും വഴിക്ക് 200 തരും, അതുകൊണ്ട് നിങ്ങൾക്ക് ആ 200 അല്ല എൻ്റെ അപ്പുറം പോകുമെന്ന് പറയാണ്. എനിക്കത് മനസ്സിന് ഭയങ്കര വേദനയായി. കാരണം ഞാൻ അങ്ങനെ ഒരിക്കലും ആരോടും ഒരു ചെടിയായാലും ഞാൻ അറുത്ത് മുറിച്ച് മേടിക്കാറു. എത്ര ഇഷ്ടപ്പെട്ട ചെടിയാണെങ്കിൽ ഞാൻ എത്ര രൂപ ഞാൻ പൈസ കണക്കാക്കാറില്ല, ഞാൻ മേടിക്കാറുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിത് നിങ്ങളോട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ
ഇങ്ങനെ സെല്ലർമാരിൽ നിന്ന് ഉണ്ടാവാറുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ. എനിക്ക് ഇതേവരെയായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒത്തിരി ചെടി മേടിക്കാറുണ്ട്, അതുപോലെ ചെടി കൊടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം തരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ DTDC കൊറിയറാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പോൾ അതിനകത്താണെങ്കിൽ പൈസ നമ്മൾ അവരുടെ നിന്ന് മേടിക്കാറുണ്ട്. ചെടി വാങ്ങുമ്പോൾ, ചെടി കൊടുക്കാനായിട്ട് ഓർഡർ തരുമ്പോൾ ഞാൻ എത്ര രൂപയാന്ന് പറയും. അപ്പോൾ ആ പൈസ അവർ വിത്ത് CC ഇത്ര രൂപ എന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ ഞാൻ വാങ്ങുകയാണെങ്കിലും അവർ എന്നോട് പറയാറുണ്ട് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചത് ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് 800 രൂപ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ടോട്ടൽ എത്രയാവുമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ടോട്ടൽ 800 രൂപയാവുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ആളൊന്നും പറഞ്ഞില്ല. ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചില്ല. എനിക്ക് കിട്ടിയ ചെടിയാണത്. വിലയുള്ള ചെടിയാണെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നേക്കണേ കേട്ടോ ആള്. ഞാൻ ചെടി നിങ്ങളെ കാണിച്ചു തരാം. നല്ല വിലയുള്ള ചെടികളാണ്. ട്രൈഡൽ വേവിൻ്റെ പല കളറാണ്, പലതാണൊക്കെ പറഞ്ഞ് തന്നേക്കണേ. ഞാൻ ആദ്യം മേടിച്ച ചെടികൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വാങ്ങിക്കൊണ്ടാണ് പറയണ വിലയ്ക്ക് 2175 രൂപയ്ക്ക് മേടിച്ച ചെടികളാണ് മുമ്പ് മേടിച്ച്. നല്ല എല്ലാം നല്ല വെറൈറ്റി എന്ന് പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച വെറൈറ്റി ഒന്നും അതിനകത്ത് ഉണ്ടായില്ല. പക്ഷേ ഇനി ഇതും നമുക്ക് അറിഞ്ഞുകൂടാ, ഏത് ചെടിയാണ് എന്ത് ചെടിയാണ് നമുക്ക് അറിഞ്ഞൂടാ. പെറ്റൂണിയാണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇത് പൂ ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എത്രമാത്രം നമ്മൾ ചതിക്കപ്പെട്ടെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് പൂ ഉണ്ടായി കിട്ടണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഇനിയും ആയാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം എൻ്റെ നിന്നായാലും ആടെ നിന്നാലും നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം മേടിക്കാനായിട്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാണ്, നിങ്ങൾ ചതിക്കപ്പെടരുതെന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെയാണ് ഈ ചെടികൾ നിങ്ങളൊന്ന് കണ്ടോ. ഇതാണ് സൈസുകൾ. എല്ലാനും ഓരോ തണ്ടുള്ള ചെടികളാണ് കേട്ടോ. ഞാൻ 2-ാം തീയതി ഓർഡർ ചെയ്ത ചെടിയാണ്. ഇന്നിപ്പോൾ വന്നപ്പോൾ 22-ാം തീയതി കേട്ടോ. അപ്പോൾ 22-ാം തീയതി ആയപ്പോഴത്തേക്ക് ചെടികൾ ഇത്രേ വളർന്നിട്ടുള്ളൂ. 2-ാം തീയതി ഓർഡർ ചെയ്ത ചെടിയാണത്. അപ്പം എല്ലാനും ഇത്രയാണ്, ഓരോ തണ്ടുള്ളതാണ്. ഇത് നല്ല വെറൈറ്റി എന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ. പക്ഷേ ഇത് എനിക്ക് ഫ്രീ ആയിട്ട് തന്നേക്കെന്താ 5 ഉള്ളൂ ഇതിനകത്ത്. 5 ഉള്ളൂ. ഇത് ഫ്രീ ആയിട്ട് തന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് തരണ്ടല്ലായിരുന്നു. പക്ഷേ ഇത് മനസ്സിന് അതിനേക്കാൾ വലിയ വേദന മനസ്സിനുണ്ടായിട്ടോ. എല്ലാം ഓരോ തണ്ടാണ്. 2 തണ്ടുള്ളതൊന്നുമില്ല. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഓരോ തണ്ടിനും ഉള്ളത്, ഒരു തണ്ടുള്ളത് 100 രൂപ എന്നാണ് പറഞ്ഞത്. 2 തണ്ടുള്ളത് 150 രൂപ എന്നാൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാനും ഓരോ തണ്ടുള്ള ചെടികളാണ്, കൂടുതലൊന്നുമില്ല. ഇതാണ് ചെടികൾ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു അനുഭവം. എനിക്ക് വളരെ സങ്കടകരമായ ഒരു അനുഭവമായിരുന്നു. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ചെടി ഇതായിട്ട് ഞാൻ ഇടപെട്ടിട്ട് എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ.